ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ മോഹൻ. ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഭൂമിയിൽ നിന്നും നോക്കിയാൽ കാണാത്ത ചന്ദ്രന്റെ മറുഭാഗം ആദ്യമായി നേരിൽ കാണുന്ന മനുഷ്യരായി ആർട്ടിമിസ് 2 സംഘം പങ്കുവച്ചു. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യരെന്ന റെക്കോർഡിലേക്ക് ആർട്ടിസ് 2 ദൗത്യ സംഘം എത്തിയിരിക്കുകയാണ്. പ്രിൻസി കണ്ണനുണ്ട് സയൻസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. പ്രജിൻ, ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം, ഒരുപക്ഷെ ആർക്കും കാണാത്ത ഒരു കാഴ്ച ഇവർ കണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും മനു രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഭൂമിയിൽ നിന്ന് മനുഷ്യർ സഞ്ചരിക്കുന്ന ഏറ്റവും അകലെയിലേക്ക് അവിടേക്ക് ഈ ആർട്ടിമിസ് 2 ദൗത്യ സംഘം എത്താൻ പോവുകയാണ്. അത് കേവലം മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ഇനി 20 മിനിറ്റും 4 സെക്കൻഡും മാത്രമാണ് ആ അപൂർവ നിമിഷത്തിന് ബാക്കിയുള്ളത്. കേവലം 19 മിനിറ്റുകൾക്കപ്പുറം ആ അത്ഭുതം സംഭവിക്കും. നേരത്തെ 1970 അപ്പോളോ 13 സംഘം കുറിച്ച 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി, ഒരിക്കൽ കൂടി പറയാം, 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി മറികടക്കാൻ പോകുന്നു ആർട്ടിമിസ് 2 ദൗത്യ സംഘം എന്ന നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 11:26 ആ സംഭവം നടക്കാൻ പോകുന്നത്. അതായത് കൂടുതൽ അടുത്തേക്ക്, ചന്ദ്രന്റെ കൂടുതൽ അടുത്തേക്ക് ഈ ആർട്ടിമിസ് സംഘം എത്തുന്നു എന്നതാണ് പ്രത്യേകത. അവർ 11:26 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അറിയപ്പെടുക ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് എത്തിയ മനുഷ്യർ എന്ന ഖ്യാതി ഇവർ നേടാൻ പോവുകയാണ്. 4 വർഷം ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവർ സഞ്ചരിക്കുന്ന ഒറൈൻ പേടകം, ആ ഒറൈൻ പേടകത്തിനകത്തു നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണാം. നേരത്തെ പങ്കുവച്ച ദൃശ്യമാണ്. അതിൽ നമുക്ക് കാണാം റീഡ് വൈസ്മാൻ, മധ്യത്തിലുള്ള റീഡ് വൈസ്മാൻ ഈ മിഷൻ കമാൻഡറാണ്. ഒപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ക്രിസ്റ്റീന കോഷ് എന്ന് പറയുന്ന ആദ്യ വനിത, ചന്ദ്രനിലേക്ക് അരികിലേക്ക് എത്തുന്ന ആദ്യ വനിത എന്ന ഖ്യാതിയുള്ള ക്രിസ്റ്റീന കോഷ്. ഏറ്റവും ഇടത് ഭാഗത്തായി കാണുന്ന വിക്ടർ ഗ്ലോവർ, ആദ്യമായി ചന്ദ്രനിലെ അരികിലേക്ക് പോകുന്ന കറുത്തവർഗക്കാരൻ കൂടിയാണ്. അദ്ദേഹമാണ് ഈ മിഷന്റെ പൈലറ്റ് ആണ്. പിന്നീട് മധ്യഭാഗത്ത് കാണുന്ന ജെറമി ഹാൻസൺ, കനേഡിയൻ ആണ്. അദ്ദേഹവും ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെ ഈ 4 സംഘം പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം കൃത്യം 11:26 അത് സംഭവിക്കുക. അത് കഴിഞ്ഞ 45 മിനിറ്റിന് ശേഷം 12:45 കൃത്യം 12:15 തന്നെ ഈ ചാന്ദ്ര നിരീക്ഷണം, അതൊരു പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരമാണ്, നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അത് സംഭവിക്കും. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഒറൈനകത്ത് പൂർത്തിയായി എന്നാണ് നാസ അറിയിക്കുന്നത്. നേരത്തെ ഡെമോൺസ്ട്രേഷൻ അടക്കം നടത്തിയതാണ്. അപ്പോൾ 12:15 ആ ഒബ്സർവേഷൻ നടക്കുക. അതിനു മുമ്പ് 11:26 പുതിയ ചരിത്രം കുറിക്കാൻ പോകുന്നു ആർട്ടിമിസ് 2. തീർച്ചയായും പുതിയൊരു ചരിത്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഭൂമിയിൽ നിന്നും നോക്കിയാൽ കാണാത്ത ചന്ദ്രന്റെ മറുഭാഗം ആദ്യമായി നേരിൽ കാണുന്ന മനുഷ്യരായി ആർട്ടിമിസ് 2 സംഘം മാറിയിരിക്കുകയാണ്. പ്രജിൻസി കാണാനാണ് വിവരങ്ങൾ നൽകിയത്. US മുന്നോട്ട് വച്ച താത്കാലിക വെടിനിർത്തൽ കരാർ തള്ളിക്കൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക മറുപടി പാകിസ്ഥാന് കൈമാറി ഇറാൻ. 10 വ്യവസ്ഥകൾ അടങ്ങിയ മറുപടിയാണ് ഇറാൻ കൈമാറിയത്. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ US പൈലറ്റുമാരെ രക്ഷപ്പെടുത്തിയ നീക്കത്തെ ട്രംപ് പ്രശംസിച്ചു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നുണ്ട്. മധു, വിനയിലേക്കാണ് ആദ്യം പോകുന്നത്. വിനയ്, ട്രംപ് ഇങ്ങനെ തുടരെ ഇറാന് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വീണ്ടും നൽകിയിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? അനൂപ്, തീർച്ചയായും ഹോർമോസ് കടലിടുക്ക് അതിന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നിടെയാണ് ഇപ്പോൾ ട്രംപ് ഇറാനെതിരെ ശക്തമായ ഒരു ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇറാനെ അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് ഒറ്റ രാത്രി മാത്രം മതിയെന്നാണ് ഇപ്പോൾ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസ് അല്പസമയം മുമ്പാണ് ട്രംപ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞത്. ട്രംപ് ഇറാന് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം അല്ലെങ്കിൽ അവസാന സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 5:30. അതായത് ആ സമയത്തിനുള്ളിൽ ഹോർമോസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, പാലങ്ങൾ എന്നിവയെല്ലാം തന്നെ തകർക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. തങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട്, അത് ചിലപ്പോൾ നാളെ തന്നെ ആ രാത്രി ആകാം, ആ കിരാതമായ രാത്രി എന്നാണ് ഇപ്പോൾ ട്രംപ് വൈറ്റ് ഹൗസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടെയാണ് ട്രംപ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് ഇപ്പോൾ മറുപടിയായി ഒരു 10 ദിന നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ
ഇറാൻ കൈമാറിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയൊക്കെയാണ്: മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുക. അത്തരത്തിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇറാൻ പുതിയ 10 നിർദ്ദേശങ്ങൾ പാകിസ്ഥാനെ നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വഴി ഇത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് കൈമാറും. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ഹോർമുസിന്റെ നിയന്ത്രണം ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ തങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ 10 നിർദ്ദേശങ്ങൾ ട്രംപ് അംഗീകരിക്കുകയും അങ്ങനെ വേണമെങ്കിൽ സമാധാനത്തിലേക്ക് മാറാമെന്നും പറയുന്നു. പക്ഷേ ട്രംപ് ഒരു കാരണവശാലും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വൈറ്റ് ഹൗസിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇറാൻ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ 2 വൈമാനികർ വീഴുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ രണ്ടാമത്തെ വൈമാനികരെ രക്ഷപ്പെടുത്തിയ ആ രക്ഷാപ്രവർത്തനത്തെ പ്രശംസിക്കുകയും ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ട്രംപ്. അത്തരത്തിൽ ഇറാന്റെ മണ്ണിൽ ചെന്നുകൊണ്ട് അവിടുന്ന് തങ്ങളുടെ വൈമാനികനെ എന്ത് വില കൊടുത്തും രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. എത്രയും യുദ്ധവും സൈന്യത്തോട് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ വേണ്ട, അത് സാധിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ തറപ്പിച്ചു പറയുന്നത്. എന്നാൽ വീണ്ടും ട്രംപ് മുന്നറിയിപ്പുകൾ ഇറാന് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. വിനയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ആണവ ശാസ്ത്ര ലോകത്ത് ചരിത്രമെഴുതി കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായി. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണിത്. ആണവോർജ്ജ പദ്ധതിയിലെ നിർണായകമായ 2ാം ഘട്ടത്തിലേക്ക് രാജ്യം വിജയകരമായി ചുവടുവെച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നുപോയത്. അതിന്റെ 2ാം ഘട്ടം നമ്മൾ വിജയകരമായി മുന്നോട്ട് പോയി അല്ലേ? അനുപ, ഇന്ത്യയുടെ ത്രിതല ആണവോർജ്ജ പദ്ധതിയിലെ നിർണായകമായ 2ാം ഘട്ടത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിപ്പോൾ എക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. തദ്ദേശമായി രൂപകൽപ്പന ചെയ്ത ഈ റിയാക്ടറിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിക്കാൻ ശേഷിയുള്ളതാണ്. എന്തായാലും ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിനെ ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു എന്നതാണ് പ്രധാനമന്ത്രി ഈ വിജയത്തിനെയും അതുപോലെ തന്നെ ഈ നേട്ടത്തിനെയും കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും രാജ്യത്തിന്റെ തോറിയം നിക്ഷേപം പ്രയോജനപ്പെടുത്തുന്ന ഘട്ടത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശാസ്ത്രജ്ഞരുടെയും അതുപോലെ തന്നെ എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനത്തിന് ലഭിച്ച വലിയ അംഗീകാരം എന്നതാണ് പ്രധാനമന്ത്രി ഈ നേട്ടത്തെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ആണവ മാലിന്യങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യ കേവലം ചില രാജ്യങ്ങളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ആ രാജ്യങ്ങളുടെ പട്ടികയിൽ കൂടി ഇപ്പോൾ ഇന്ത്യ ഇടം പിടിച്ചിരിക്കുന്നു. ഭാവിയിലെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ അത്യാധുനിക ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വലിയ പങ്ക് വഹിക്കുമെന്നതാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നേട്ടമാണ്. കാരണം ഊർജ്ജ പ്രതിസന്ധി അടക്കം വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതേസമയം ഭാവിയിലേക്ക് കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്, ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ് തന്നെയാണ്. ആണവോർജ്ജ പദ്ധതിയിലെ നിർണായകമായ 2ാം ഘട്ടത്തിലേക്കാണ് രാജ്യം വിജയകരമായി ചുവടുവച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് എക്സ്പോസ്റ്റിലൂടെ ഇത് അറിയിച്ചിരിക്കുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. നീലേശ്വരം പടന്നക്കാട് നെഹ്റു കോളേജിലെ വോട്ട് അഭ്യർത്ഥനയ്ക്ക് എത്തിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ SFI പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം. UDF സ്ഥാനാർത്ഥിയും സംഘവും നടത്തിയത് ആസൂത്രിതമായ സംഘർഷമെന്ന ആരോപണം. UDF വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് പുറത്ത്. ടീം UDF തൃക്കരിപ്പൂർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നത്. അതോടെയാണ് വിഷയം വിവാദമാകുന്നതും. അതേസമയം UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യരെന്ന റെക്കോർഡിട്ട ആർട്ടിമിസ് 2 ദൗത്യ സംഘം 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിന്റെ റെക്കോർഡ് ആർട്ടിമിസ് 2 ദൗത്യ സംഘം മറികടന്നിരിക്കുകയാണ്. പ്രജിൻ സി കാണാനുണ്ട് വിവരങ്ങളുമായി. പ്രജിൻ, ഇങ്ങനെ ചരിത്രങ്ങൾ മാറിമറിയുന്നു, അവർ കുതിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അനുപ, കേവലം 4 മിനിറ്റ് മാത്രമാണ് ഏറ്റവും നിർണായകമായ ആ നിമിഷത്തിന് ബാക്കിയുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 4 മിനിറ്റും ഒപ്പം 10 സെക്കൻഡ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് പറയാം. അതിനായുള്ള വലിയ ആകാംക്ഷ കൂടുതൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ അപ്പോളോ 13 സംഘം 1970 സഞ്ചരിച്ച ഒരു ദൂരപരിധിയുണ്ട്. അത് 4,173 കിലോമീറ്റർ ആണ്. അതായത് ഭൂമിയിൽ നിന്നും മനുഷ്യർ എത്രമാത്രം അകലേക്ക് പോയിട്ടുണ്ടോ ആ പരിധിയാണത്. 4,171 കിലോമീറ്റർ എന്ന പരിധി. അത് മറികടക്കാൻ പോകുന്നു നമ്മുടെ ആർട്ടിമിസ് 2 ദൗത്യ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് ഈ മണിക്കൂറിലെ ഈ മിനിറ്റിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയായി മാറുകയാണ്. കേവലം സെക്കൻഡുകൾ മാത്രം ഇത് ചുരുങ്ങുകയാണ്. ഇനി കേവലം
3 മിനിറ്റിൽ താഴെ മാത്രം സമയം ഇനി ബാക്കിയുണ്ട്. ആ ചരിത്ര നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകമെങ്ങുള്ള ശാസ്ത്ര കുതുകികൾ. അതോടൊപ്പം തന്നെ 12:15 ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത, നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത, നേരത്തെ റിഹേഴ്സൽ ചെയ്തെടുത്ത ഈ ചാന്ദ്ര ഗവേഷണം, അതായത് ചന്ദ്രന്റെ ഏറ്റവും അടുത്തേക്ക് എത്തിച്ചേർന്ന് ചന്ദ്രനെ നിരീക്ഷിക്കുക എന്ന ആ പ്രോസസ്സ് മണിക്കൂറുകൾ നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണത്. അത് ആരംഭിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ ഭൂമിയിൽ നിന്നും നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ചന്ദ്രന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗമല്ലാതെ അതിന് മറുഭാഗം നമ്മൾ ആരും ഇതിനെ കണ്ടിട്ടില്ല. അത് മനുഷ്യർ ആദ്യമായി കാണാൻ പോകുന്നു എന്ന് നേരത്തെ അനൂപ് സൂചിപ്പിച്ച ആ സംഭവം കൂടിയുണ്ട്. ഒരു ഭാഗം കണ്ടു കഴിഞ്ഞു, ഇനി പൂർണ്ണമായും മറുഭാഗം കൂടി കാണുക എന്ന കാര്യത്തിലേക്ക് ഇവർ കടക്കുകയും ചെയ്യും. 12:15 ചാന്ദ്ര ഗവേഷണം തുടങ്ങുന്നു. ഏതാണ്ട് 12:30 കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായും നമ്മുടെ ഒറയൺ എന്ന പേടകം, ആ പേടകത്തിനകത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പേടകം ചന്ദ്രനെ മറികടന്ന് അതിന്റെ മറുഭാഗത്തേക്ക് പോവുകയും ചെയ്യും. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിക്കും ചന്ദ്രനും അപ്പുറം ഒറയൺ പേടകം എത്തുന്നു എന്ന പ്രത്യേകത കൂടി ആ സമയത്ത് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും അകലേക്ക് ഭൂമിയിൽ നിന്നും ഒരു മനുഷ്യന്റെ പേടകം, മനുഷ്യരൊപ്പം സഞ്ചരിക്കുന്നു, അത് ഏറ്റവും അകലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആ സമയത്താണ് ചന്ദ്രൻ ഏറ്റവും അടുത്തേക്ക് ഈ പേടകം എത്തുകയും ചെയ്യുക. ഏതാണ്ട് 6250 കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും ചന്ദ്രന്റെ ഉപരിതലം അപ്പോൾ ഒറയൺ എന്ന പേടകത്തിൽ നിന്നും. അപ്പോഴായിരിക്കും ചന്ദ്രനിലെ ഈ ഗർത്തങ്ങളെ കുറിച്ചും ചന്ദ്രന്റെ പ്രതലത്തെ കുറിച്ചും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടെ വിക്ടർ ഗ്ലോവർ എന്ന ഈ മിഷൻ പൈലറ്റ്, ഒപ്പം റീഡ് വൈസ്മാൻ എന്ന് പറയുന്ന ഈ മിഷൻ കമാൻഡർ, ഒപ്പം ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ്, ഒപ്പം കനഡിയക്കാരനായ ജെറമി ഹാൻസൺ എന്ന് പറയുന്ന മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവർ 4 പേരും ചേർന്നാണ് ഈ ചാന്ദ്ര ഗവേഷണം നടത്താൻ പോകുന്നത്. അതിന് കൃത്യമായ ചില പ്രോട്ടോകോളുകൾ ഉണ്ട്, കൃത്യമായി പാലിക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നേരത്തെ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ്. അത് ഒരിക്കൽ കൂടി അവർ ഉറപ്പുവരുത്തുന്നു, എന്തൊക്കെ ആരൊക്കെ എങ്ങനെ ചെയ്യണം എന്ന കാര്യം ഉറപ്പുവരുത്തുന്നു. അനൂപേ, ഇനി കേവലം 1 മിനിറ്റ് മാത്രമാണ് സമയം ബാക്കിയുള്ളത്. 1 മിനിറ്റും 10 സെക്കൻഡ് മാത്രമാണ് ആ ചരിത്ര നിമിഷത്തിന് ബാക്കി. 4,171 കിലോമീറ്റർ എന്ന ആ ദൂരപരിധി മറികടക്കാൻ ഇനി ആർട്ടിമിസ് ദൗത്യ സംഘത്തിന് കേവലം 58 സെക്കൻഡ് മാത്രം ബാക്കി. എല്ലാ ശാസ്ത്രബുദ്ധികളും ഒപ്പം ലോകവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതൊരു ബെഞ്ച് മാർക്കാണ്, അതൊരു നാഴികക്കല്ലാണ്. എടുത്തു പറഞ്ഞിരിക്കുന്നു, 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് 54 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യർ ഇത്രയും അകലേക്ക് ഭൂമിയിൽ നിന്നും യാത്ര ചെയ്യുന്നത്. അതൊരു സുപ്രധാനമായ നാഴികക്കല്ലാണ്, അത് പറയാതെ വയ്യ. ഇനി ഉള്ള തുടർ ദൗത്യങ്ങളെല്ലാം തന്നെ ഏറ്റവും സുപ്രധാനമാക്കി മാറ്റുന്നത് ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ഈ ദൗത്യമായിരിക്കും. ഭൂമിയിൽ നിന്നും ഇത്രയും അകലേക്ക് ഒരു പേടകത്തെ അയക്കുക, ആ പേടകത്തിന്റെ കാര്യക്ഷമത കൂടി ടെസ്റ്റ് ചെയ്യുക, ഇതെല്ലാമാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒബ്ജക്റ്റീവുകളിൽ ഒന്ന്. അത് ഇപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. കേവലം സെക്കൻഡുകൾ മാത്രം, ഇനി 15 സെക്കൻഡ് മാത്രമാണ്. അപ്പോളോ 13 പടുത്തുയർത്തിയ ആ റെക്കോർഡ് തകർക്കാൻ പോകുന്നു ആർട്ടിമിസ് 2 സംഘം. കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. യെസ്, ഇനി കേവലം സെക്കൻഡുകൾ, 5 സെക്കൻഡ് മാത്രമാണ് ബാക്കിയുള്ളത്. ഒറയൺ പേടകം, ഒഫീഷ്യൽ കമന്ററി വന്നിരിക്കുന്നു. ഒറയൺ പേടകം പുതിയ റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു, പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുന്നു. നേരത്തെ അപ്പോളോ 13 റെക്കോർഡ് അത് മറികടന്നിരിക്കുന്നു. 4,171 കിലോമീറ്റർ എന്ന് പറയുന്ന ആ മാർക്ക് മറികടന്നുകൊണ്ട് ഒറയൺ പേടകം, നാസയുടെ ഒറയൺ പേടകം പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത് മനുഷ്യരാശിയുടെ ഒരു പുതിയ കലവെപ്പായി നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് പോകുന്ന മനുഷ്യർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ആർട്ടിമിസ് 2 ചാന്ദ്ര ദൗത്യത്തിലെ സംഘാംഗങ്ങളാണ് എന്ന ഒരൊറ്റ ഉത്തരം. ആർട്ടിമിസ് 2 ഒപ്പം അതിനുപയോഗിച്ച ഈ പേടകം, ആ പേടകത്തിന്റെ പേരാണ് ഒറയൺ പേടകം. ആ ഒറയൺ പേടകം ഇപ്പോൾ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഒരു ചാന്ദ്ര പേടകമായി മാറിയിരിക്കുന്നു. ഇവിടം കൊണ്ടും തീരുന്നില്ല. 12:15 ഈ ചാന്ദ്ര ഗവേഷണത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘട്ടങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ക്രിസ്റ്റീന കോച്ച്, ഒപ്പം തന്നെ മറ്റ് 3 പേർ, വിക്ടർ ഗ്ലോവർ, ഒപ്പം ജെറമി ഹാൻസൺ, റീഡ് വൈസ്മാൻ, ഇവരെല്ലാം തന്നെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ്. അവർ ആ റെക്കോർഡ് മറികടന്നതിന്റെ ആഹ്ലാദം അവരുടെ മുഖത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അല്പ സമയത്തിനകം അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കടക്കുകയും ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ ഒറയൺ പേടകത്തിനകത്ത് തന്നെ ക്രിസ്റ്റീന കോച്ച് നൽകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി പെട്ടെന്ന് നമുക്ക് പോകാം.
യെസ്, എന്തായാലും പുതിയ ചരിത്രം, ഒരു വലിയ ചരിത്രത്തിലേക്കാണ് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. മനുഷ്യരാശിക്ക് ഒരുപക്ഷെ ഇതുവരെയും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരപരിധിയിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യരെന്ന റെക്കോർഡ് ആർട്ടിമിസ് 2 ദൗത്യ സംഘം എത്തിയിരിക്കുന്നു. 4171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിൻ്റെ റെക്കോർഡ് മറികടന്ന് ആർട്ടിമിസ് 2 ദൗത്യ സംഘം അത് മറികടന്ന് ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പ്രജിൻ, ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? 171 കിലോമീറ്റർ എന്നാണ് പുതിയ ദൂരപരിധി. അനൂപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൊണ്ടും തീർന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 12-15 അടുത്ത പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. 12-15 ഇവർ ചാന്ദ്ര ഗവേഷണ ദൗത്യം ആരംഭിക്കും. ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, അവർ പാലിക്കേണ്ട ഒരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട്, ഓപ്പറേഷൻ പ്രോട്ടോകോൾ ഉണ്ട്, SOP ഉണ്ട്. അതെല്ലാം തന്നെ നേരത്തെ നാസ കൃത്യമായി അവരെ പരിശീലിപ്പിച്ചതാണ്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ച് വേണം ആ ചാന്ദ്ര ഗവേഷണം നടത്താൻ. ചാന്ദ്ര ഒബ്സർവേഷൻ എന്ന് പറയാം, ഒരു ലൂണാർ ഒബ്സർവേഷൻ പ്രോസസ്സാണ് ശരിക്കും. അത് 12-15 തുടങ്ങി പിന്നീട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പുലർച്ചെ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി മാത്രമേ ഈ മൊത്തം പ്രോസസ്സ് അവസാനിക്കുകയുള്ളൂ. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അനുവേ, അത് 12:30 ശേഷം ഏതാണ്ട് 12:45 ആകുമ്പോഴത്തേക്കും ഈ ഒറേൺ എന്ന പേടകം ഈ ചന്ദ്രന്റെ മറുഭാഗത്തേക്ക് എത്തും. അതായത് ഭൂമിക്കും ചന്ദ്രനും അപ്പുറത്തേക്ക് ഒറേൺ പേടകം എത്തും. അതായത് ഭൂമിയുടെയും ഒറേൺ പേടകത്തിന്റെയും ഇടയിൽ ചന്ദ്രൻ വരും. അതായത് നമുക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും ഈ ഒറേൺ പേടകവുമായി അപ്പോൾ ഉണ്ടാകില്ല എന്നൊരു സുപ്രധാനമായ കാര്യമുണ്ട്. 44 മിനിറ്റ് നേരം ഈ ഒറേൺ പേടകവുമായി ഭൂമിയിലെ കൺട്രോൾ സെന്ററിന് യാതൊരു നിയന്ത്രണവും, യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല, യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. അതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു സമയം 44 മിനിറ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. ആ സമയത്ത് ഒറേൺ പേടകത്തിൽ നിന്ന് സംഭവിക്കുന്ന, ഒറേൺ പേടകത്തിലെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നും സാധിക്കാത്ത 44 മിനിറ്റ് ഉണ്ട്. അത് നിർണായകമാണ്. ആ 44 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈ പേടകം നമ്മുടെ ചന്ദ്രനെ ചുറ്റി വീണ്ടും പുറത്തോട്ട് വരും. ആ സമയത്താണ് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുക. ആ സമയം കൊണ്ട് ചന്ദ്രനിലെ പരമാവധി കാര്യങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് 6420 കിലോമീറ്റർ മാത്രം അകലെ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും 6400 കിലോമീറ്റർ മാത്രം അകലെ ആ പേടകം എത്തിക്കുകയും ചന്ദ്രനിലെ കാര്യങ്ങളെല്ലാം നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന അത്രയും അകലത്തിലേക്ക് മാത്രം വരികയും അവരുടെ കയ്യിലുള്ള ഏറ്റവും ആധുനികമായ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചന്ദ്രനെ പകർത്താൻ പോവുകയാണ്. അത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ ഇതിനോടകം തന്നെ പകർത്തി ഭൂമിയിലേക്ക്. ഒപ്പം തന്നെ നമുക്ക് ഈ അകത്ത് ഇപ്പോൾ ഈ ആഹ്ലാദ പ്രകടനം കാണാം, ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്, ആഹ്ലാദം പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. യെസ്, അതെ, ദൃശ്യങ്ങളിലുണ്ട്. അത് ആഹ്ലാദം പങ്കുവയ്ക്കുന്നു, അവർ ചിരിക്കുന്നുണ്ട്, അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിൻ്റെ റെക്കോർഡ് ആർട്ടിമിസ് 2 ദൗത്യ സംഘം മറികടന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അവരുടെ മുഖത്ത് അവർ കണ്ണീരണിയുന്നുണ്ട്, അല്ലേ? കാരണം ഇതൊരു അനുപ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിനകത്തുള്ള സൗണ്ട് കൂടി, ഓഡിയോ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അനുപ, നമുക്ക് ആ ഓഡിയോ കൂടി കേൾക്കാം. അവർ അവിടെ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. യെസ്, 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിൻ്റെ റെക്കോർഡ് ആർട്ടിമിസ് 2 ദൗത്യ സംഘം മറികടന്നിരിക്കുകയാണ്. അത് അവർക്ക് അവിടെ കൃത്യമായി അത് അറിയാൻ കഴിഞ്ഞു. അവർ പരസ്പരം ചിരിക്കുന്നുണ്ട്, അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവർ കണ്ണീരണിയുന്നുണ്ട്. ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലേക്കാണ് അവർ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് വരും. അപ്പോൾ പ്രജിൻസി കാണാൻ നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. എന്തായാലും ലേറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.